ഹായ് ഹലോ, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വേറെ ഒന്നുമല്ല കേട്ടോ. കുറച്ച് അരിപ്പൊടി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മഴക്കാലമൊക്കെ അല്ലേ, കുട്ടികൾക്കൊക്കെ വിശപ്പ് കൂടുന്ന സമയം. കുട്ടികൾക്കെന്നില്ല, വലിയവർക്കും അങ്ങനെ തന്നെയാണ്, നമുക്കും കഴിക്കാമല്ലോ. പിന്നെ സ്കൂൾ വിട്ട് വന്നാൽ ചായക്കടി ഒന്നും അവർക്ക് ഒന്നും എവിടെ എത്തിയല്ല, കുറച്ച് കഴിയുമ്പോഴത്തേ പിന്നെയും വിശക്കുന്നതെന്ന് പറയും. അപ്പോൾ ചോറൊന്നും അങ്ങനെ പണ്ടൊക്കെ ആണെങ്കിൽ സ്കൂൾ വിട്ട് വന്നാൽ ചോറായിരുന്നു കഴിക്കുക. ഇപ്പം അതൊന്നും ഇല്ലല്ലോ. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് അതായിരിക്കും നന്നാവുക. പിന്നെ നന്നായിട്ട് അരി നന്നായിട്ട് കഴുകി വെക്കുക. അത് കഴുകി ഊറ്റി വെച്ചതിന് ശേഷം അടുപ്പത്തിട്ട് നന്നായിട്ട് ഒന്ന് വറുത്ത് കോരിയെടുക്കുക, ബ്രൗൺ കളറാകുന്നതിന് ശേഷം. എന്നിട്ട് ചൂട് തണിഞ്ഞിട്ട് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കുക. പിന്നെ കുറച്ച് നിലക്കടല എടുത്തിട്ട് ഉണ്ടെങ്കിൽ മതി, ഇല്ലെങ്കിൽ കുഴപ്പമില്ല. നിലക്കടല എടുത്ത് തൊലി കളഞ്ഞ് നന്നായിട്ട് വറുത്തെടുത്തിട്ട് ചൂട് തണിഞ്ഞതിന് ശേഷം മിക്സീൻ്റെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കുക. കടലിട്ടാലൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും, അതുകൊണ്ടാണ് ഞാൻ കടലിട്ടത്. കുട്ടികൾക്ക് ഇഷ്ടമാണല്ലോ. പിന്നെ കുറച്ച് ശർക്കര, മധുരത്തിന് ആവശ്യമായുള്ള ശർക്കര പൊട്ടിച്ചതിന് ശേഷം കുറച്ച് അരിപ്പൊടി മിക്സിൻ്റെ ജാറിലോട്ടിട്ടിട്ട് ശർക്കര പൊട്ടിച്ചതും അതിലേക്കിട്ട് ഒന്ന് അടിച്ചെടുക്കുക. അരിപ്പൊടി ഇട്ടാൽ നല്ലോണം ഒന്ന് പൊടിഞ്ഞിങ്ങ് വരും. ശർക്കര നന്നായി മിക്സിയിലിട്ട് പൊടിച്ച് നമ്മൾ അരിപ്പൊടിൻ്റെ അകത്തേക്കിട്ട് ഇളക്കി കൂട്ടിയെടുക്കുക. അത് നല്ലതാണ് കേട്ടോ, കുട്ടികൾക്കും വലിയവർക്കൊക്കെ കഴിക്കാമല്ലോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. വൈകുന്നേരങ്ങളിലൊക്കെ ചായക്ക് നല്ലൊരു അരിപ്പൊടിയാണിത്. എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക.